ഹലോ, അസ്സാം വലൈക്കും. നമുക്ക് നെയ്ച്ചോറ് വെച്ചിട്ട് എങ്ങനെ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിന്ന് നല്ല ചെമ്മീൻ വെച്ചിട്ട് അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം. അതിന് നമുക്ക് 2 സവാള വേണം, ചപ്പ് പുതിന, പിന്നെ ഒരു ചെറിയ തക്കാളി ഉണ്ട്, 5 തക്കാളി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഞാനിവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പിന്നെ കുരുമുളക്, ഒരു പച്ചമുളക്. നമുക്ക് ഉള്ളി ലേശം വഴറ്റിയെടുക്കട്ടെ. ആദ്യം കരിച്ചെടുക്കാം. ഒരു കൈപ്പിടി ഉള്ളി, അത് നന്നായിട്ട് റോസ്റ്റ് ആയി വരട്ടെ. നമ്മളെ ഉള്ളി നന്നായിട്ട് പിന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് കോരിയതിന് ശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല പുരട്ടി വെച്ച ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കുക്കായി വരട്ടെ. തരക്കേടില്ലാത്ത ചെമ്മീനാണ് കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഉള്ളി വഴറ്റാനാണ്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പൊഴിച്ചത്, കുറച്ച് നെയ്യും. ചെമ്മീൻ ഇതാ ഏകദേശം പാകമായി വരുന്നു. 2 സവാള, ഒരു മീഡിയം വലുപ്പമുള്ള സവാള ഉണ്ട് കേട്ടോ, അത് വഴറ്റാനിട്ടിട്ടുണ്ട്. അടച്ചു വെച്ച് അതൊന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെമ്മീൻ അപ്പുറത്ത് റോസ്റ്റ് ആവുന്നുണ്ട്. ഞാൻ തക്കാളി കട്ട് ചെയ്ത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, 2 പച്ചമുളക് ഇത്രയും ചതച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് അവിടെ വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും, തൈരുണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് അതിലൊഴിച്ച് കൊടുത്തത്. കുറച്ച് ഗരം മസാല. ഞങ്ങൾ കുറച്ചാളുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അത് അതിൻ്റെ ഫില്ലിങ് ആണ് കേട്ടോ. ഉള്ളി കരിച്ചത് ഒക്കെ ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചപ്പ് പുതിന ഇട്ട് കൊടുത്തു. പിന്നെ ചെമ്മീൻ അതാ ഫ്രൈ ചെയ്ത ചെമ്മീൻ അതിലേക്ക് ഇട്ടെടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റി ഒന്നിവിടെ മൂടി വെക്കുക. ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്യാൻ. നെയ്ച്ചോറ് ഞാൻ പുട്ടും തൂക്കിൽ വെച്ച് നന്നായിട്ട് ആവി കയറ്റിയെടുത്തതാണ് കേട്ടോ. അതതിൽ മേലെ നന്നായിട്ട് നിരത്തിയതിന് ശേഷം പിന്നെ ഉള്ളി കരിച്ചത്, അതിൽ കുറച്ച് ഗരം മസാല, ചപ്പ് പുതിന, ഒരു ചെറിയ ക്യാരറ്റ്, അത്രയും അതിന് മേലിങ്ങനെ നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. എന്നാലും ചോറ് മുഴുവൻ ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ തുടച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നിരത്തിയതിന് ശേഷം ബാക്കി വരുന്ന മസാലയും കൂടെ നമുക്ക് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറഞ്ഞ തീയിൽ ഭയങ്കര സ്ലോയിൽ നമുക്കതൊന്ന്
ദമ്മിലടക്കെടുക്കട്ടെ, നന്നായിട്ട് അടച്ച്. ഇപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ബിരിയാണി ചിക്കൻ ഫ്രൈയും നല്ല കോംബോ അല്ലേ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.